Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് വിത്ത് എബിൻ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ വന്ന എല്ലാ പുതിയ അപ്ഡേഷൻ്റെയും ന്യൂസിൻ്റെയും കാര്യങ്ങളാണ്. എൻ്റെ തൊണ്ട നല്ല രീതിക്ക് സീനായിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് സംസാരത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ഒരു ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ ലീക്സും റൂമേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സിനെ പറ്റിയുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റ്സിൽ പുതിയ എല്ലാ നമ്മുടെ സോഫ്റ്റ്വെയർസിനും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ബെയ്റ്റ, ഞാൻ എടുത്തു പറയാം, ബെയ്റ്റയാണ്, ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല. iOS 16.3, iPadOS 16.3, WatchOS, macOS, HomePodനും എല്ലാത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബെയ്റ്റ ടെസ്റ്റേഴ്സും ആ ഒരു അപ്ഡേറ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം. 15 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും വേണ്ടിയുള്ള ഒരു പുതിയ അപ്ഡേറ്റിൻ്റെ RCയും വന്നിട്ടുണ്ട്. മിക്കവാറും അടുത്തൊരു ആഴ്ച തന്നെ നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും ഒഫീഷ്യലി റിലീസാവുന്നതായിരിക്കും. നമ്മുടെ എയർപോഡ്സിനും ആ ഒരു അപ്ഡേഷൻ്റെ പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ എയർപോഡ്സ് ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ അടുത്ത് വെച്ചാൽ മതി, ചാർജ് കുത്തിയിട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ആയിക്കണം. നമ്മൾ അത് മാനുവലി ഓവർറൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ 2023 ഏറ്റവും പുതിയ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ലൈനപ്പ് വന്നിട്ടുണ്ട്. അതിൽ 3 പ്രൊഡക്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ 14 ഇഞ്ചും 16 ഇഞ്ചും MacBook Pro എന്ന് പറയുന്നത്, രണ്ടാമത്തത് മാക് മിനി, മൂന്നാമത്തത് ഒരു പുതിയ ഹോം പോഡ് സെക്കൻഡ് ജനറേഷൻ. ഏതാണ് പുതിയ സെക്കൻഡ് ജനറേഷൻ ഹോം പോഡ്? അതിലേക്ക് ഞാൻ വരാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമ്മുടെ 14 ഇഞ്ചും 16 ഇഞ്ചും MacBook ആണ്. അതിൽ ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പുതിയൊരു വൈഫൈ 6 എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഭവം നമുക്ക് കൊണ്ടുവന്നുണ്ട്. കുറച്ചും കൂടെ എഫിഷ്യൻറ്റും സ്പീഡുമായിട്ടുള്ള വൈഫൈ നമുക്ക് കണക്ടിവിറ്റി കിട്ടാനാണ് ആ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 2 പുതിയ പ്രൊസസ്സേഴ്സും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സിലിക്കൻ്റെ സ്വന്തം 2 പുതിയ ചിപ്പ്, M2 Proയും M2 Maxും. ഈ 2 ചിപ്പുകളും വരുന്നത് നേരത്തെ വന്ന 14 ഇഞ്ചും 16 ഇഞ്ചും MacBook Proയിൽ തന്നെയാണ്. ഏകദേശം 3.5 ലക്ഷം രൂപ വരെയുള്ള MacBook ലൈനപ്പാണ് ഈ പറഞ്ഞ പ്രോ സീരീസിൽ വരുന്നത്. അതേപോലെ നമുക്ക് മോഡലിലൊന്നും വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ ദ സെയിം മോഡൽ തന്നെയാണ് നേരത്തെ ഇറങ്ങിയ 14 ഇഞ്ചും 16 ഇഞ്ചിലും തന്നെ. പിന്നെ മാക് മിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് 2 മോഡലിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് M2ഉം 2 M2 Proയും. ഈ ഒരു പ്രോസസ്സറിൽ മാത്രമല്ല നമുക്ക് മോഡലിലും ചേഞ്ച് വന്നിട്ടുണ്ട്. M2 മാക് മിനിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ 2 തണ്ടർബോൾട്ട് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ USB-C ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മുടെ M2 Proയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 4 USB-C AKA തണ്ടർബോൾട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ വ്യത്യാസവും ഈ ഒരു മാക് മിനിയിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം പോഡാണ്. ഏതാണ് പുതിയ ജനറേഷൻ ഹോം പോഡ് റീഡിസൈൻ അല്ലെങ്കിൽ ഐക്കോണിക് ഡിസൈൻ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ടെക്സ്റ്റിൽ താഴത്തായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഐക്കോണിക് ഡിസൈൻ. പുതിയ ഒരു ഹോം പോഡിന് കൊണ്ടുവരുന്ന ഐക്കോണിക് ഡിസൈനാണ്. എന്താണ് ഈ പറഞ്ഞ ഐക്കോണിക് ഡിസൈൻ? നമ്മുടെ ഫസ്റ്റ് ഒറിജിനൽ ഹോം പോഡിൻ്റെ സെയിം ബോഡി തന്നെയാണ് ഈ പറയുന്ന ഹോം പോഡ് സെക്കൻഡ് ജനറേഷനിലും വന്നിരിക്കുന്നത്. ഐക്കോണിക് ഡിസൈൻ നമുക്ക് പറയാൻ പറ്റുന്ന അത്ര വലിയ ചേഞ്ചൊന്നും ഈ ഒരു ഹോം പോഡ് സെക്കൻഡ് ജനറേഷന് വന്നിട്ടില്ല. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുതിയ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്ന്. ആ ഒരു അപ്ഡേറ്റിൽ ഹോം പോഡ് മിനിയിൽ ഒളിഞ്ഞിരുന്ന 2 സെൻസേഴ്സിൻ്റെ ആ ഒരു എഫിഷ്യൻസി ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടെമ്പറേച്ചറും രണ്ടാമത്തെ ഹ്യൂമിഡിറ്റിയുമാണ്. ഈ പറഞ്ഞ സെൻസേഴ്സിന് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ, അതായത് നമ്മുടെ പുറത്തുള്ള വെതർ അല്ല, അല്ലെങ്കിൽ പുറത്തുള്ള ടെമ്പറേച്ചർ അല്ല, റൂമിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഈ പറയുന്ന ഹോം പോഡ് സെൻസ് ചെയ്ത് നമുക്ക് പറയുന്നതായിരിക്കും. ആ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെൻസേഴ്സും ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഹോം പോഡിൻ്റെ വില എത്രയെന്ന് വെച്ചാൽ 32,900 രൂപയാണ് ഹോം പോഡിൻ്റെ സെക്കൻഡ് ജനറേഷന് വരുന്നത്. ഒട്ടും വേർത്തല്ല എന്നാണ് ഞാൻ പറയുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എടുക്കുന്നവർക്ക് ആ ഒരു ഒപ്പീനിയൻ എടുക്കാവുന്നതാണ്. കാരണം ഞാൻ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഹോം പോഡ് മിനി മതി ഒരു റൂമിലേക്ക്
നമുക്ക് പേഴ്സണൽ യൂസിനായിട്ട്. സെയിം പറയുന്ന ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറിൻ്റെ ഒക്കെ സെൻസർ ഹോം പോഡ് മിനിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇമേഴ്സീവായ മ്യൂസിക് എക്സ്പീരിയൻസും നമ്മുടെ ഹോം പോഡ് മിനിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഹാൻഡ് ഓഫ് ഒക്കെ ഹോം പോഡ് മിനിയിലും ഉണ്ട്. 10,000 രൂപക്ക് എന്തുകൊണ്ടും ഹോം പോഡ് മിനി എടുക്കുന്നതാണ് കുറച്ചും കൂടെ എന്താ പറയുക എഫിഷ്യൻറ്റും വേർത്തിറ്റുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പെർസെപ്ഷൻ അനുസരിച്ച് നിങ്ങളെടുക്കാം, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. ഓക്കെ, ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു പുതിയ വാൾപേപ്പറിൻ്റെ കാര്യമാണ്. iOS 16.3 ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോഴും watchOS 9.3 ഒഫീഷ്യൽ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യം പബ്ലിക്കലി കിട്ടുക. ഇപ്പോൾ ഞാൻ ഡെവലപ്പർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡെവലപ്പർ ബേറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഏർലി ആക്സസ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പുതിയ വാൾപേപ്പറിൽ എന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് ആ ഒരു ബ്ലാക്ക് സീസൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അവിടെ പുറത്തൊക്കെ ബ്ലാക്ക് സീസൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു പുതിയ വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്തതിനാണ് യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ആപ്പിളിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന വാച്ചുകൾക്കും 14 പ്രോയും 14 പ്രോ മാക്സിലും ഈ ഒരു യൂണിറ്റി വാൾപേപ്പർ അടിപൊളിയായിട്ട് ഒരു പുതിയ സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. ഈ സൈഡിൽ കാണുന്ന പോലെ വാച്ചിലും നമ്മുടെ ഐഫോണിലും യൂണിറ്റി വാൾപേപ്പേഴ്സ് അടിപൊളിയായിട്ട് വർക്കാവുന്നതായിരിക്കും. നമ്മുടെ നാലാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിനെതിരെ കേസ് വന്നിരിക്കുകയാണ്. എന്തിനാണ്? ആപ്പിളിന് സത്യമായിട്ടും ആപ്പിളിനെതിരെ ലോ സൂട്ട് ഫയൽ ചെയ്തിരിക്കുക. എന്തിനാ? നമ്മുടെ പ്രൈവസി ചോർത്തുന്നുകൊണ്ട്. സീരിയസ്ലി, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി പ്രൈവസി നമ്മുടെ എല്ലാ പരിസ്ഥിതിയിലും കാണിക്കും പ്രൈവസി ഇറ്റ്സ് ഐഫോൺ എന്ന്. ഐഫോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഐഫോൺ നമ്മൾ പുതുതായിട്ട് ബൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യില്ല ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ. ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് വരും. നമ്മുടെ ഡാറ്റ അനലിറ്റിക്സ് ഷെയർ ചെയ്യണോ, നമ്മുടെ ആപ്പിൾ ഡെവലപ്പേഴ്സിന് ആ ഒരു ഡാറ്റ ഷെയർ ചെയ്യണോ? അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഡാറ്റ ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് ആ ഒരു ഇൻഫോർമേഷൻസ് മുഖാന്തരം കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കുറേ പേര്, ഞാനൊക്കെ ആ ഒരു ഓപ്ഷൻ ഡിസേബിളാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്താലും കുറേ അധികം ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റ ആപ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിളിനെതിരെ കേസ് പോയിരിക്കുകയാണ്, ലോ സൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അഞ്ചാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് ഐഫോൺ യൂസേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക ഇൻ്റർഫേസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇൻ്റർഫേസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ കയറി പോയി ജസ്റ്റ് ഒന്ന് നെറ്റ്ഫ്ലിക്സ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ആറാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് പോർഷെ കാർ കമ്പനി 20 വർഷം വരെ പഴക്കമുള്ള എല്ലാ പോർഷെ കാറുകൾക്കും ആപ്പിളിലെ CarPlay പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള എല്ലാ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അവർക്ക് റിമൂവ് ചെയ്ത് പുതിയ ആപ്പിളിൻ്റെ CarPlayയും ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏഴാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഈ വട്ടം ഇറങ്ങിയ M2 പ്രോയിൻ്റെയും M2 മാക്സിൻ്റെയും ആ ഒരു ഇവൻറ്റിൽ ഏകദേശം 11 മിനിറ്റും 31 സെക്കൻഡും ആകുമ്പോൾ ആ ഒരു സമയത്തുള്ള വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യമോ അല്ലെങ്കിൽ ഒരു പുതിയ അൺറെക്കഗ്നൈസ്ഡ് ഡിവൈസ് കാണാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ഏത് ഡിവൈസാണ്. കുറേ പേര് പറയുന്നത് അത് സാംസങ് ഗാലക്സിയുടെ ടാബാണ്. ഇത്രയും വലിയ ടച്ച് സ്ക്രീനുള്ള ഡിവൈസ് ആപ്പിളിന് എവിടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഡിവൈസൊന്നും ആപ്പിളിൻ്റെ കയ്യിലില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ പെർസെപ്ഷൻ പറയുകയാണെങ്കിൽ ആപ്പിൾ ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വലിയ സ്ക്രീനുള്ള ഒരു ഡിജിറ്റൽ ഐപാഡോ അല്ലെങ്കിൽ ഫുൾ സ്ക്രീനായുള്ള ഒരു ഡിവൈസോ ആപ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. അതായിരിക്കും ഈ പറഞ്ഞ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിരിക്കുന്ന ആ ഒരു വലിയ സ്ക്രീനുള്ള ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഡിവൈസ് ഏതാണെന്ന് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ന്യൂസ് വിത്ത് എബിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ പുതിയ ഇൻഫോർമേഷൻസ് ലഭിച്ചു ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ എടുത്തുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടി ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin, Xavier.
signing from Evika.